ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഡൽഹിയിലായാലും ഉത്തർപ്രദേശിലായാലും പഞ്ചാബിലായാലും ഹരിയാനയിലായാലും ഒക്കെ റോഡ് ഗതാഗതത്തെയും ഈ മൂടൽമഞ്ഞ് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. മൂടൽമഞ്ഞ് കാഴ്ചാപരിധി കുറച്ചത് റെയിൽ വ്യോമ ഗതാഗതത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഉള്ള പല വിമാനങ്ങളും വൈകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള വിമാനങ്ങൾ ജയ്പൂരിലേക്കും മുംബൈയിലേക്കുമൊക്കെ വഴിതിരിച്ചു വിടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നോർത്തേൺ റെയിൽവേ തന്നെ പല ട്രെയിനുകളും വൈകുന്ന വിവരം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർ ഈ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അത് നോർത്തേൺ റെയിൽവേ നൽകിയിട്ടുണ്ട്. പല വിമാന കമ്പനികളും ഇത്തരത്തിൽ യാത്രക്കാർക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ് ഗതാഗതത്തെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ റോഡ് ഗതാഗതത്തെയും ഈ മൂടൽമഞ്ഞ് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങൾ അത് വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിയുന്നതും രാത്രി യാത്ര ഒഴിവാക്കണം എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഹിൽ സ്റ്റേഷനുകളിലേക്കുള്ള രാത്രി യാത്രകൾ ഒഴിവാക്കുന്നതിന് വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള മുന്നറിയിപ്പ് ഈ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര വകുപ്പ് നൽകിയിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലെയും റോഡ് ഗതാഗത വകുപ്പും യാത്രക്കാർക്ക് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ മൂടൽമഞ്ഞ് കാരണം കാഴ്ചാപരിധി കുറയുന്നത് ഗതാഗത സംവിധാനത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഡൽഹിയിലായാലും ഉത്തർപ്രദേശിലായാലും ഒക്കെ ഈ വായു ഗുണനിലവാര സൂചിക മോശമായി തുടരുന്നതും പൊതുജനാരോഗ്യത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ തുടരുന്ന അതിശൈത്യം അത് ജനങ്ങളെ വളരെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം.